ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കണേ. അതുപോലെ തന്നെ മല്ലിയില, ചീസ്, പിന്നെ ക്രഷ്ഡ് ആയിട്ടുള്ള ചില്ലി, പിന്നെ ഒറിഗാനോ ഓപ്ഷണലാണ്. ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി ഞാനൊരു 5 അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കണേ. വലിയ സൈസ് വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 3 അല്ലി എടുത്താലും മതി. ഇത് നമുക്ക് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്താലും മതി. അതിലും നല്ലത് ഇതേപോലെ ചെയ്യണതായിരിക്കും. അതാകുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തേക്കണ വെളുത്തുള്ളിയാണ് കിട്ടിയേക്കണേ. ഇനി ഞാൻ അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഞാൻ ചേർക്കാൻ പോണത്. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. എന്നാലാണ് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തോരം ബ്രെഡാണോ എടുക്കണേ അതനുസരിച്ച് നിങ്ങളിതിൽ അളവിലും വ്യത്യാസം വരുത്താം. നമുക്ക് ആദ്യം തന്നെ ബട്ടറും ഗാർലിക്കും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ബട്ടറൊക്കെ ആയിട്ട് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഓപ്ഷണലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് നമുക്ക് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണേ. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. നമുക്ക് ചീസ് എന്തോരം ഇഷ്ടമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തേക്ക്. പേരൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക. ഇനി ഈ ബ്രെഡ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ പാനിലേക്ക് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ തേച്ച വശമാണ് ഞാൻ പാനിലേക്ക് വെച്ച് കൊടുത്തേക്കണേ. ബട്ടർ തേക്കാത്ത വശത്ത് നമുക്ക് ഈ സമയത്ത് നമുക്ക് നല്ലോണം എല്ലാ ഭാഗത്തേക്കും നല്ലോണം തേച്ച് പിടിപ്പിക്കാം.
അപ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടും. നമുക്കിത് മറിച്ചിടാം. ഇതിൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ വെച്ചേക്കുന്ന ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതും ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാവും. അത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി ഞാൻ സെയിം പാനിൽ ചെയ്തതുപോലെ തന്നെ ഒരു ബ്രെഡ് ടോസ്റ്ററിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പാനിൽ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യണത്. ആദ്യം തന്നെ നമ്മുടെ ബ്രെഡ് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടോസ്റ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ നമുക്ക് വെന്ത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിലായാലും ടോസ്റ്ററിലായാലും സെയിം തന്നെയാണ്. ഞാനിപ്പോൾ 2 രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഈ ബ്രെഡ് നല്ലോണം ഇങ്ങനെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ 3 പീസസ് ആയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല രീതിയിൽ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.